ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ പഠനത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നമ്മൾ പഠിക്കുകയുണ്ടായി. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ യഹോവയായ ദൈവം നമുക്ക് ഒരു സ്വസ്ഥത വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്താണ് ആ വിശ്രമം? ആർക്കാണ് ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നത്? വഴിയിൽ വെച്ച് ആ വാഗ്ദാനം പ്രാപിക്കാതെ വീണുപോകുന്ന അവസ്ഥ ഇസ്രായേൽ മക്കളുടെ മരുഭൂപ്രയാണത്തിൽ സംഭവിച്ചതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ നിത്യമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് യാത്ര ചെയ്യുന്ന നമ്മൾ വീണു പോകാതിരിപ്പാൻ ഉത്സാഹമുള്ളവരായി ആഴമായ ദൈവ വിശ്വാസത്തിലൂടെ ഉറപ്പോടുകൂടി കർത്താവിൻ്റെ കരം പിടിച്ച് ആ നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് പൗലോസ് ശ്ലീഹ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മോട് ആഹ്വാനം ചെയ്യുകയുണ്ടായി. തുടർന്നുള്ള വേദഭാഗത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ 4-ാം അധ്യായം 12-13 വാക്യങ്ങളിലേക്ക് തിരുവചന ധ്യാനത്തിനായിട്ട് കർത്താവിൽ നമുക്ക് ശരണപ്പെടാം. ഇന്ന് ആ വഴിയിലൂടെ പ്രയാണം ചെയ്യുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ് എബ്രായ ലേഖനം 4-ാം അധ്യായം 12-13 വാക്കുകളിൽ കാണുന്നത്. ഒരു നിമിഷം നമ്മളുടെ കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, ബാഹ്യമായ നേത്രങ്ങൾ കൊണ്ട് ഒരുപാട് കാഴ്ചകൾ കാണുവാൻ ഈ ലോകത്തിലുണ്ട്. എന്നാൽ ഈ കാഴ്ചകളെല്ലാം അഴിഞ്ഞു പോകുന്നതാണ്. ബാഹ്യമായ നേത്രങ്ങളെ ഞങ്ങൾ അടച്ച് ഉൾക്കണ്ണുകളെ തുറന്ന് ആത്മീകമായ നേത്രങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി എൻ്റെ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി കാണുവാനും ആ ആത്മീയമായ നയനങ്ങൾ തുറന്നുകൊണ്ട് തന്നെ ദൈവസന്നിധിയിലേക്ക് യാത്ര ചെയ്യുവാനും ഞങ്ങളെ നീ സഹായിക്കണമേ. അതിനായി ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ ഒരുക്കണമേ. കേൾക്കുന്ന വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ചൂട് പിടിക്കുവാൻ തക്കവണ്ണം, വേര് പിടിക്കുവാൻ തക്കവണ്ണം, അത് വളർന്ന് വലുതായി 30, 60, 100 മേനി ഫലം കഴിക്കുവാൻ തക്കവണ്ണം നീ സഹായിക്കണമേ. ഈ വചന പഠന കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളിലും നിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇടപെടാതെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമീൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, എബ്രായ ലേഖനം 4-ാം അധ്യായം 12-13 വാക്യങ്ങൾ ദൈവവചനത്തെക്കുറിച്ചുള്ള ഒരു മനോഹരമായ ഗീതമാണ്, സ്തുതിഗീതമാണ്. എന്താണ് ദൈവവചനം? ദൈവവചനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദൈവവചനത്തിലൂടെ നമുക്ക് എങ്ങനെ ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു വേദഭാഗമാണ് ഈ 2 വാക്യങ്ങൾ. വാക്യങ്ങൾ 2 മാത്രമേ ഉള്ളൂ എങ്കിലും ആഴമായ ദൈവികമായ മർമ്മങ്ങൾ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മിലേക്ക് ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം നമ്മളുടെ ഉള്ളിലേക്ക് തരുന്ന ദൈവികമായ പ്രബോധനമാണ് ഈ 2 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ വേദവാക്യത്തെക്കുറിച്ച് പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നുണ്ട്: ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ ആത്മമരണം മാറും, നീതിയിൽ അവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവൻ്റെ വാക്യങ്ങൾ. ആമേൻ. കേൾക്കുക നാം, കാക്കുക നാം ജീവൻ്റെ വാക്യങ്ങൾ. എബ്രായ ലേഖനം
4-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ ദൈവവചനത്തിൻ്റെ ആ പ്രത്യേകതകളാണ് ഈ ഭാഗത്തിലൂടെ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. വചനത്തിൻ്റെ പ്രത്യേകതകൾ, അതിനെക്കുറിച്ച് അല്പസമയം നമുക്ക് ചിന്തിക്കാം. ഇവിടെ 4-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ ഇപ്രകാരം നമുക്ക് വായിക്കാം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതും ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതുമാകുന്നു. അത് പ്രാണനെയും ആത്മാവിനെയും സദ്യവജ്ജകളെയും വേർപെടുത്തുന്നതുവരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലതും അവൻ്റെ കൺമുൻപിൽ നഗ്നവും തുറന്നതുമായി കിടക്കുന്നു. അവനോടാകുന്നു നാം കണക്ക് ബോധിപ്പിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്താണെന്ന് വളരെ വ്യക്തമായി പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. അതിൽ ഒന്നാമത്തെ പ്രത്യേകത, ദൈവവചനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നത്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതാകുന്നു. പാട്ടുകാരൻ പാടിയതുപോലെ ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ അതിനെ കൈക്കൊള്ളുന്നവന് ആത്മരക്ഷയുണ്ടാകും. ഇവിടെ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാകുന്നു. എന്താണ് ദൈവത്തിൻ്റെ വചനം ജീവനുള്ളത് എന്ന് പറയുന്നത്? ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ സൃഷ്ടികർമ്മത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, യഹോവയായ ദൈവം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, സകലതും ഉണ്ടായി. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം, ഓരോ ദിവസങ്ങളിലും യഹോവയായി ദൈവം കൽപ്പിച്ചു, അതുണ്ടായി. സന്ധ്യയായി, ഉഷസായി 1-ാം ദിവസം. അങ്ങനെ ഓരോ ദിവസങ്ങളിലും അവിടെ പറയും ദൈവം കൽപ്പിച്ചു. ദൈവത്തിൻ്റെ വചനം ഇല്ലായ്മയുടെ അനുഭവത്തിൽ നിന്നും ശൂന്യതയുടെ അനുഭവത്തിൽ നിന്നും ഉളവാക്കുന്നതാകുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 1-ാം അധ്യായം, ഉളവായത് സകലവും അവൻ മുഖാന്തരം ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായതല്ല. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ് പറയുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, അവൻ മുഖാന്തരം സകലതും ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായതല്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കുന്നതായ, ഉളവാക്കുന്നതായ ശക്തിയേറിയ വചനമാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ടാണ് അത് ജീവൻ കൊടുക്കുന്നതാണ്, അത് ചൈതന്യമുള്ളതാണ്. ആ ചൈതന്യമെന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ അല്ലെങ്കിൽ ആദിമകാലത്ത് സൃഷ്ടികർമ്മത്തിൽ മാത്രം പ്രവർത്തിച്ച ഒരു വചനമല്ല, ഇന്നലകളിൽ മാത്രം പ്രവർത്തിച്ച ഒരു ദൈവമല്ല. ആ വചനമാണ് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ശബ്ദം, വചനം. മോശ ഹോറേബ് പർവ്വതത്തിൽ മുൾപടർപ്പ് കത്തിയപ്പോഴും കേട്ടത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. മോശയെ മോശയെ എന്നുള്ള ശബ്ദമാണ് അവൻ കേട്ടത്. ദൈവത്തിൻ്റെ ശബ്ദമാണ് അവൻ തിരിച്ചറിഞ്ഞത്. ആ ദൈവത്തിൻ്റെ ശബ്ദമാണ് അവിടെ അഗ്നിയായി കാണപ്പെട്ടത്. ആ ദൈവത്തിൻ്റെ ശബ്ദമാണ് അവരെ വഴി നടത്തിയത്. ആ ദൈവത്തിൻ്റെ ശബ്ദം തന്നെയാണ് കന്യകമറിയാമിൽ ജഡം ധരിച്ച്, പരിശുദ്ധാത്മാവിനാൽ ജഡം ധരിച്ച്, ആ വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. ക്രിസ്തു തമ്പുരാൻ ദൈവത്തിൻ്റെ വചനം ജഡമായി തീർന്നതാണ്. ദൈവത്തിൻ്റെ ശബ്ദമാണ് ക്രിസ്തു തമ്പുരാൻ. സകലതിനെയും ഉളവാക്കുന്നതായ ജീവനും ചൈതന്യവുമുള്ള ദൈവത്തിൻ്റെ വചനം. ആ വചനമാണ്, ദൈവത്തിൻ്റെ ശബ്ദമാണ് ഇന്ന് വിശുദ്ധ വേദപുസ്തകമായി ദൈവത്തിൻ്റെ വചനം നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കും. എങ്ങനെയെങ്കിലും വായിക്കുമ്പോഴല്ല, ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയം ആശ്വസിക്കും.
നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും തരുന്ന വചനമാണ്. ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് വരുത്തുന്ന വചനമാണ് ദൈവത്തിൻ്റെ ശക്തിയേറിയ വചനം. ആ വചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ ആത്മാവിൻ്റെ ദാഹം തീരുന്നു. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ സമരിയാക്കാരിയോട് പറഞ്ഞത്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്ന ഒരുവനും പിന്നീട് ഒരു നാളും ദാഹിക്കയില്ല. അത് ജീവൻ്റെ നീരുറവയാണ്. ദൈവത്തിൻ്റെ വചനം ജീവൻ്റെ നീരുറവയാണ്. എന്നേക്കും ദാഹം തീർക്കുന്ന നീരുറവയാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം നിയോഗിതമായ സകലതും പ്രവർത്തിച്ചിട്ടേ മടങ്ങുകയുള്ളൂ. അവിടെ വ്യക്തമായിട്ട് യെശയ്യാ പ്രവചനം 65 അധ്യായം അതിൻ്റെ 11 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അത് 30, 60, 100 മേനി വിളയും. ദൈവത്തിൻ്റെ വചനം അത് പുറപ്പെട്ട് അതിൻ്റെ പൂർണ്ണത നിവൃത്തി വരുത്തുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്. രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ വചനത്തെപ്പറ്റി നാം പഠിക്കുമ്പോൾ അവിടെ പൗലോസ്ലീഹ പറയുന്നു, അത് ജീവനും ചൈതന്യമുള്ളത് മാത്രമല്ല, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ച ഏറിയതാകുന്നു. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതാകുന്നു. കൂടാതെ അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാകുന്നു. രണ്ട് സൈഡും മൂർച്ചയുള്ള ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് ദൈവത്തിൻ്റെ വചനം. എന്താണ് ആ മൂർച്ചയേറിയ വാൾ? അസ്ഥിമജ്ജകളെ തുളച്ച് അകത്ത് ചെല്ലുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം നമ്മളുടെ ഉള്ളിലേക്ക്, ഹൃദയത്തിലേക്ക് കടന്നു വന്ന് പ്രവർത്തിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അത് അസ്ഥികളെയും മജ്ജകളെയും ഒക്കെ മുറിച്ച് അകത്ത് കടക്കുന്നതാണ്. ഏത് കഠിനനായ മനുഷ്യനെയും ദൈവവചനം രൂപാന്തരപ്പെടുത്തുന്നതാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ആ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് തുളച്ച് ചെല്ലുന്ന, മനുഷ്യൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം, അവനെ മാനസാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം അവൻ്റെ ഹൃദയത്തിലേക്ക് ഈ വാൾ ഇറങ്ങിച്ചെല്ലുന്നു, ദൈവത്തിൻ്റെ വചനം ഇറങ്ങിച്ചെല്ലുന്നു. ആ വചനം കേട്ട് അവൻ രൂപാന്തരപ്പെടും. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ദൈവികമായ ഒരു പഠനം നമ്മൾ നടത്തുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് വ്യക്തമായ ചില പ്രതിപാദനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇരമ്യ പ്രവചനം 23 അധ്യായം 29 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, എൻ്റെ വചനം തീ പോലെയും പാറയെ പിളർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എൻ്റെ വചനം തീ പോലെയും പാറയെ പിളർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ. ദൈവത്തിൻ്റെ വചനം ഏത് കഠിനമായ പാറയെയും തകർക്കുന്ന ചുറ്റികയാണ്. ഏത് കട്ടിയുള്ളതിനെയും അടിച്ചു പൊട്ടിക്കാൻ ഉപയോഗിക്കുന്നതാണ് ചുറ്റിക. ആണിയടിക്കാൻ മാത്രമല്ല. നമ്മളൊക്കെ പലപ്പോഴും ഈ ചുറ്റിക ഉപയോഗിക്കുന്ന പലരെയും ആണിയടിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ആണിയടിക്കുക എന്നുള്ളതല്ല ചുറ്റികയുടെ പ്രത്യേകത. പിന്നെയോ ഏത് കട്ടിയായ പാറയെയും പിളർക്കുന്നതാണ് ഈ ചുറ്റിക. അതോടൊപ്പം തന്നെ
അവിടെ പറയുന്നത് തീയാണ്. ദൈവത്തിൻ്റെ വചനം തീ പോലെയാണ്, എന്തിനേയും ദഹിപ്പിക്കുന്നത്. സ്വർണം തീയിലിട്ട് ഉലയിലിട്ട് അതിനെ ചൂടാക്കി അതിലെ അഴുക്കുകൾ ചുട്ടുപോകുന്നത് പോലെ അഗ്നിശോധനയിലൂടെ ഒരുവൻ്റെ ജീവിതത്തെ സ്ഫുടം ചെയ്തെടുക്കുന്നതാണ്, തങ്കം പോലെ സ്ഫുടം ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ടാണ് ഇയ്യോബ് പറഞ്ഞത്, എൻ്റെ ദൈവമേ, നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ തങ്കം പോലെ പുറത്തു വരും. രോഗങ്ങളിലൂടെ, കഷ്ടതയിലൂടെ, പ്രയാസങ്ങളിലൂടെ എന്തെല്ലാം പീഡകൾ വന്നാലും അതൊരു അഗ്നിശോധനയാണ്. അതിൽ നിന്ന് ആ സഹനത്തിലൂടെ ഞാൻ പുറത്തു വരുമ്പോൾ മേൽത്തരം തങ്കമായിട്ട്, വിശ്വാസത്തിൽ പൂർണ്ണതയുള്ളവനായിട്ട് ഞാൻ മാറുമെന്ന് ഇയ്യോബ് പറയുകയുണ്ട് തൻ്റെ പീഡനകാലത്ത്, തൻ്റെ കഷ്ടതയുടെ കാലത്ത്. ഇവിടെ യിരെമ്യാ പ്രവാചകനും പറയുന്നത് ദൈവത്തിൻ്റെ വചനം അഗ്നിയാണ്, ഏത് തിന്മകളെയും ഉരുക്കിക്കളയുന്നതാണ്. രണ്ടാമത് പറയുന്നു, ഏത് കഠിനമായ പാറയെയും പൊട്ടിക്കുന്നതായ ചുറ്റികയാണ് ദൈവത്തിൻ്റെ വചനം. വീണ്ടും യെശയ്യാ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കും. 49-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 49:2. അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി, തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി തൻ്റെ ആവനാഴിയിൽ മറച്ചു വെച്ചു. അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി. യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാളാക്കി മാറ്റി. ദൈവത്തിൻ്റെ വചനം അത് സംസാരിക്കുമ്പോൾ പല ഹൃദയങ്ങളിലും ആഴമായി കൊള്ളുന്ന ഇരുവായ്ത്തലയുള്ള വാളിനെ പോലെ ആഴമായി കണ്ട് അനുതാപത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന, മാനസാന്തരത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന, തിന്മകളെ ഉരുക്കിക്കളയുന്ന, ഏത് കഠിനമായ പാറയായ ഹൃദയങ്ങളെയും അടിച്ചു പൊട്ടിക്കുന്ന ചുറ്റികയും ഇരുവായ്ത്തലയുള്ള വാളും അഗ്നിയുമാണ് ദൈവത്തിൻ്റെ വചനം എന്ന് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു. വീണ്ടും സുവിശേഷ ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം ആ വേദഭാഗം വായിക്കുമ്പോൾ കർത്താവിൻ്റെ 2 ശിഷ്യന്മാർ യെരുശലേമിൽ നിന്നും എമ്മവൂസിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ക്ലെയോപ്പാവും മറ്റൊരു ശിഷ്യനും കൂടെ യെരുശലേമിൽ നിന്ന് എമ്മവൂസിലേക്ക് പോവുകയായിരുന്നു. അവർ പരസ്പരം തർക്കിച്ചും കലഹിച്ചും കൊണ്ടാണ് നടക്കുന്നത്. നിരാശയുടെ അനുഭവത്തിലാണ് നടക്കുന്നത്. അവർ നടന്നപ്പോൾ മൂന്നാമതൊരാൾ അവരുടെ കൂടെ നടന്നു. അവരോട് അവൻ സംസാരിച്ച് പല കാര്യങ്ങൾക്കും സംശയ നിവാരണം വരുത്തി. അവർ വഴിയാത്ര അവരെത്താറായപ്പോൾ ആ മൂന്നാമത് നടന്നു ചെന്ന സഹയാത്രികൻ അവരെ വിട്ട് നടക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ ഈ ശിഷ്യന്മാർ പറഞ്ഞു, അല്ലയോ, ഞങ്ങളുടെ കൂടെ ഇന്ന് രാത്രിയിൽ താമസിക്കാം. അവൻ അവരോടൊപ്പം ചെന്നു, അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. തന്നോട് കൂടെ നടന്നവൻ നസറായനായ യേശുവാണെന്ന് അവർ മനസ്സിലാക്കിയിട്ട് പറയുകയാണ്, അവൻ നമ്മോട് കൂടെ നടന്നപ്പോൾ, അവൻ സംസാരിച്ചത് കേട്ടപ്പോൾ നമ്മളുടെ ഹൃദയം കത്തിക്കൊണ്ടേയിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 32-ാം വാക്യം. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിച്ചപ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തെ ചൂടുപിടിപ്പിക്കുന്നതാണ്, കത്തിജ്വലിപ്പിക്കുന്നതാണ്. ഉടൻ തന്നെ അവർ തിരിച്ച് യെരുശലേമിലേക്ക് മടങ്ങി വന്നു. തെറ്റായ വഴികളിൽ നിന്ന് മടക്കിക്കൊണ്ടുവരുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അങ്ങനെ മടക്കിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം അവൻ്റെ വചനം സംസാരിച്ച് നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവം. വീണ്ടും
അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യം. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും മറ്റപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ പത്രോസ് പറഞ്ഞ മറുപടി, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും അനുതപിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവീൻ, അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. പത്രോസിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം അത് കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. എന്നിട്ട് പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? ചോദിക്കാൻ കാര്യം, ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവരുടെ കുറവുകളെ അവർ മനസ്സിലാക്കി, തെറ്റുകളെ മനസ്സിലാക്കി. ദൈവവചനത്തിൻ്റെ ആഴമായ മർമ്മങ്ങൾ കേട്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ കുറവുകളുണ്ടെന്നവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, പരിശുദ്ധ സ്ലീഹന്മാരോട് പറഞ്ഞത്, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും 1-2 വേദഭാഗങ്ങളും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വെളിപാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യവും അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. കുത്തൊഴുക്ക്, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിലിൻ്റെ ശബ്ദം, ഏത് അശുദ്ധിയെയും കഴുകി മാറ്റുന്ന പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ. പാട്ടുകാരൻ പാടിയില്ലേ, പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവൻ്റെ നാമം. വീണ്ടും അവിടെ പറയുന്നത് 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ്റെ വലങ്കൈയിൽ 7 നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു, അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെട്ടിരുന്നു. കുഞ്ഞാടിൻ്റെ കാര്യമാണ് പറയുന്നത്. 1, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയായിരുന്നു. 2, 16-ാം വാക്യത്തിൽ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെട്ടിരുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, ഹൃദയത്തിലെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും വിവേചിക്കുന്നതാകുന്നു. നമ്മളുടെ ഏത് ചിന്തകളെയും നിലവുകളെയും വിചാരങ്ങളെയും വിവേചിക്കുന്ന ദൈവത്തിൻ്റെ വചനം. അസ്ഥിയും മജ്ജയും തുളച്ച് ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കയറി ആ ഹൃദയത്തിലെ നിൻ്റെ നിരൂപണങ്ങളെ ഉൾപ്പെടെ വിവേചിച്ചറിയുന്ന ഒരു വചനമാണ് ദൈവത്തിൻ്റെ വചനം. മാത്രമല്ല 13-ാം വാക്യം തുടങ്ങുന്നത് ഇപ്രകാരമാണ്, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലതും അവൻ്റെ മുൻപിൽ, അവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നഗ്നമായും മലർന്നുമിരിക്കുന്നു. അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറ്റുവാനായിട്ടൊന്നും കഴിയുകയില്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ദൃഷ്ടിയിൽ ഒന്നും മറഞ്ഞിരിക്കുവാൻ സാധ്യമല്ല. തിരുവചനം പഠിപ്പിക്കുന്നു, ഞാൻ സ്വർഗത്തിൽ ചെന്നാൽ നീ അവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്, നിന്നെ ഒളിച്ച് ഞാൻ എവിടെ പോകും? ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്നൊന്നും മറവായിരിക്കുന്നില്ല. സകലതും അവൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായിരിക്കുന്നു. ദൈവത്തിനെ ഒളിച്ച് ഒന്നും ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. 139-ാം സങ്കീർത്തനം 1-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. ഇതാണ് വേദഭാഗം. 4 കാര്യങ്ങളാണ് ദൈവ വചനത്തിൻ്റെ പ്രത്യേകത നമ്മൾ പഠിച്ചത്. ഒന്നാമതായിട്ട് അത് ജീവനും ചൈതന്യവുമുള്ള വചനമാണ്. 2, അത് ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. 3, ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിച്ചറിയുന്നതാണ്. 4, സകലവും ദൈവവചനത്തിൻ്റെ മുമ്പിൽ നഗ്നമായും മലർന്നു വിരിക്കുന്നു. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ ദൈവവചനത്തിൽ സൂക്ഷിക്കുവാൻ തക്കവണ്ണം, വീണു പോകാതെ
സൂക്ഷിച്ച് ദൈവസന്നിധിയിലൂടെ ആ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വചനം തെറ്റിപ്പോകുന്നവരായിട്ടല്ല, വചനത്തിൽ നിന്ന് വീണു പോകുന്നവരായിട്ടല്ല, ദൈവവചനത്തെ മുറുകെ പറ്റുന്നവരായി, ക്രിസ്തുവിൻ്റെ വചനത്തെ മുറുകെ പറ്റുന്നവരായി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. കാരുണ്യവാനായ ദൈവമേ, നിൻ്റെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് വിളക്കും, ഞങ്ങളുടെ ഊടുവഴികൾക്ക് പ്രകാശവുമാകുന്നുവല്ലോ. ആ പ്രകാശത്തിൽ ജീവിക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ തുളച്ച് കയറുന്ന, അസ്ഥിമജ്ജകളെ തുളച്ച് കയറുന്ന, ഇരുവായ്ത്തലയുള്ള വാളായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ദൈവത്തിൻ്റെ വചനം ദൈവമേ, നിൻ്റെ സന്നിധിയിൽ സകലതും വെളിപ്പെടുത്തുന്നതായ വചനമാകുന്നുവല്ലോ. ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഒക്കെ നിൻ്റെ മുൻപാകെ വെളിപ്പെട്ടിരിക്കുന്നുവല്ലോ. സകലതും നഗ്നവും മലർന്നും നിൻ്റെ മുമ്പിലായിരിക്കുന്നു. അത് ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതും അതോടൊപ്പം തന്നെ ജീവനും ചൈതന്യമുള്ളതാകുന്നു. ആ അനുഭവത്തിലൂടെ ഞങ്ങളെ നിൻ്റെ സന്നിധിയിൽ രൂപാന്തരത്തിലൂടെ സമർപ്പിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങൾ നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇടപെടാതെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമീൻ.